ഹലോ, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഒരു കുട്ടി വ്ളോഗുമായിട്ട് കേട്ടോ. തലേ ദിവസം വലിയ പ്ലാനിങ്ങോട് കൂടിയിട്ടൊക്കെയാണ് കിടന്നത്. രാവിലെ ഒരു 6 o'clock ആകുമ്പോഴത്തേക്ക് എഴുന്നേൽക്കണം, എന്നിട്ട് പെട്ടെന്ന് തന്നെ വീഡിയോസൊക്കെ പ്രിപ്പയർ ചെയ്യണം, മോൾ എഴുന്നേൽക്കുന്നതിന് മുമ്പ് ഒരു വിധാക്കണം എന്നൊക്കെ വിചാരിച്ചത് കേട്ടോ. പക്ഷേ ഞാൻ എഴുന്നേൽക്കുമ്പോൾ നന്നായിട്ട് ലേറ്റ് ആയിട്ടുണ്ട്. നന്നായിട്ടല്ല, ഒരു 7-7:30 ആ ഒരു ടൈമിലാണ് എഴുന്നേറ്റത്. എന്നെപ്പോലെ ചെറിയ മക്കളുള്ള അമ്മമാർക്കൊക്കെ കാര്യം പിടികിട്ടും. നമ്മൾ വിചാരിച്ച പോലെ രാത്രി നേരത്തെ കിടക്കാനോ രാവിലെ നേരത്തെ എഴുന്നേൽക്കാനോ ഒന്നും പറ്റിക്കൊള്ളണമെന്നില്ല. അപ്പോൾ മോളെ വേഗം ഉറക്കി കിടത്തിയിട്ട് ഞാൻ എൻ്റെ പണികൾ തുടങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഈ പൊട്ടും തൊട്ട് റെഡിയായി വന്നതല്ല കേട്ടോ. ഇത് തലേ ദിവസത്തെ ലുക്ക് തന്നെയാണ്. തലേ ദിവസം ഫ്രഷ് ആയിട്ടൊന്നുമില്ല കിടന്നുറങ്ങുമ്പോൾ. കാരണം മോളുമായിട്ടുള്ള ഗുസ്തിയൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ വീഡിയോസൊക്കെ എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്തൊക്കെ കഴിഞ്ഞ് കിടക്കുമ്പോഴത്തേക്ക് നന്നായിട്ട് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് എനിക്കൊരു ഉറക്കച്ചടവും ഇല്ലാത്തത്. കാരണം അത്ര സമയം ഞാൻ ഉറങ്ങിയിട്ടുള്ളൂ. എനിക്കറിയാം ഞാനൊരു ബിഗിനറാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ യൂട്യൂബിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോഴും വീഡിയോസ് എടുക്കുന്ന സമയത്തൊക്കെ ഒരുപാട് മിസ്റ്റേക്സ് ഉണ്ട്. അപ്പോൾ കുറച്ച് പേരൊക്കെ വീഡിയോസ് കാണുന്നുണ്ടാവുമായിരിക്കാം, എല്ലാവരും കാണുന്നുണ്ടോയെന്ന് അറിയില്ല. എന്നോട് 1-2 പേര് കുറേ സജഷൻസ് പറഞ്ഞിട്ടുണ്ട്. മറ്റൊന്നുമല്ല, എൻ്റെ വീഡിയോ എടുക്കുമ്പോൾ ഞാൻ ക്യാമറ പിടിക്കുന്നത്, അതേപോലെ എൻ്റെ സംസാര രീതിയിലുണ്ടാകുന്ന മാറ്റങ്ങൾ, അതൊക്കെ അവർ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് അതിൽ വലിയ സന്തോഷമേ ഉള്ളൂ. കാരണം അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ നമുക്കത് കറക്റ്റ് ചെയ്യാനുള്ളൊരു ഓപ്ഷനാണ് ഉണ്ടാകുന്നത്. അല്ലാതെ എന്താ പറയുക, നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റില്ല ഒരിക്കലും. അത് കണ്ടില്ലേ, അത്യാവശ്യം മഞ്ഞുണ്ട് കേട്ടോ. ഞാൻ എൻ്റെ വീട്ടിൻ്റെ പുറത്തെ ലുക്കാണിത്. ചെറിയൊരു മഞ്ഞ് ആ സമയത്ത് ഉണ്ടായിരുന്നു കേട്ടോ രാവിലെ. അപ്പോൾ ഞാനിങ്ങനെ ഈ ഒരു ഓർക്കിഡിൻ്റെ വീഡിയോസ് മറ്റൊന്നും കൊണ്ടല്ല എടുക്കുന്നത്. പൂക്കളൊക്കെ കുറവാണ്. എനിക്കെന്തോ ആ ഒരു ഏരിയ ഭയങ്കര ഇഷ്ടമാണ്. ആ ഓർക്കിഡ് അത് പണ്ട് തൊട്ട് എത്രയോ കൊല്ലങ്ങളായിട്ട് കിടക്കുന്ന ഓർക്കിഡാണ് കേട്ടോ. അത് ഇപ്പോഴും അതങ്ങനെ തന്നെ ഉണ്ട്, പക്ഷേ കുറവാണ്. ഇതിലും കൂടുതലുണ്ടായിരുന്നു. ഇപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഞാൻ എന്തോ കാര്യമായിട്ട് എന്തോ എക്സാമിനങ്ങ് പ്രിപ്പയർ ചെയ്യണമെന്നൊക്കെ തോന്നും. പക്ഷേ അതൊന്നും അല്ല കേട്ടോ. ഇനി എനിക്ക് എന്തൊക്കെ കണ്ടൻറ്റുകൾ ക്രിയേറ്റ് ചെയ്യാമെന്നുള്ളത് ഞാനൊന്ന് എഴുതി വെക്കുകയാണ് കേട്ടോ. കാരണം മോളുള്ള സമയത്ത് എന്തായാലും നടക്കില്ല. അപ്പോൾ ഞാൻ അവൾ ഉറങ്ങുന്ന ടൈമിൽ കുറച്ച് എന്തെങ്കിലുമൊക്കെ ഒന്ന് എഴുതി റെഡിയാക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇരുന്നത്. അപ്പോൾ ആദ്യം അത് മടക്കി വെച്ചു, കുറച്ച് എന്തെങ്കിലുമൊക്കെ അത്ര മതിയെന്ന് വിചാരിച്ചു. പക്ഷേ പിന്നീട് എനിക്ക് തോന്നി ഇങ്ങനെ എഴുതിയാൽ പോരാ, കുറച്ചുകൂടി ഒന്ന് പ്രിപ്പയർ ചെയ്യണം തോന്നിയിട്ട് ഞാൻ വീണ്ടും എടുത്തിട്ടിരുന്നതാണ് കേട്ടോ. അപ്പോൾ വിചാരിച്ച പോലെ വലിയ കണ്ടൻറ്റൊന്നും അല്ലെങ്കിലും എനിക്ക് കുക്കിംഗ് വ്ളോഗും ആർട്ടും ക്രാഫ്റ്റും ഒക്കെ ചെയ്യണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ അതും ഞാൻ പ്രതീക്ഷിച്ച പോലെ എനിക്ക് പോസിബിൾ ആവാത്തത്, ഒരുപാട് എക്യുപ്മെൻറ്റ്സിൻ്റെ കുറവുണ്ട്. 2 കൈ വെച്ച് ഷൂട്ട് ചെയ്യുമ്പോൾ ഒരുപാട് ലിമിറ്റേഷൻസ് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വിചാരിച്ച പോലെ ഒരു പെർഫെക്ഷനോട് കൂടിയിട്ടൊരു വീഡിയോ തരാൻ എനിക്ക് പറ്റുന്നില്ല. ഇനിയിപ്പോൾ എല്ലാ എക്യുപ്മെൻറ്റ്സ് കിട്ടിയാലും എനിക്ക് പെർഫെക്ഷൻ കിട്ടുമോ എന്നുള്ളതും എനിക്കറിയില്ല കേട്ടോ. പിന്നെ ഒരു ബിഗിനറല്ലേ, ഇങ്ങനെയൊക്കെ തന്നെയല്ലേ നമ്മൾ വീഡിയോസ് എടുത്ത് പരിചയപ്പെടുക. ഈ ക്യാമറ നോക്കി ചിരിക്കുന്ന മറ്റൊന്നും കൊണ്ടല്ല കേട്ടോ. എനിക്കാണെങ്കിൽ എൻ്റെ ഒരു സ്വഭാവമുണ്ട്, നമ്മൾ കണ്ണാടി നോക്കിയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണെങ്കിൽ വെറുതെ ഇങ്ങനെ കണ്ണാടി നോക്കി ചിലപ്പോൾ ഞാൻ ചിരിക്കും എൻ്റെ ഫേസൊക്കെ നോക്കിയിട്ട്. എനിക്കെന്നെ അറിയില്ല എന്തിനാണെന്നുള്ളത്. അതുപോലെ പെട്ടെന്ന് കണ്ടപ്പോൾ ചിരിച്ചു പോയതാണ് കേട്ടോ. പ്രൊഫഷണലൊന്നും അല്ലെങ്കിലും ഈ ഒരു വീഡിയോ എനിക്കെന്തോ ഇഷ്ടപ്പെട്ടു. ഞാനെന്തോ പ്രൊഫഷണൽ ടച്ചിലെടുത്ത പോലെയൊക്കെ എനിക്ക് തോന്നിയിട്ടോ. നിങ്ങൾക്ക് തോന്നിയോന്ന് എനിക്കറിയില്ലേ. അപ്പോൾ ആ വീഡിയോ എടുത്തുകൊണ്ട് നിന്നപ്പോഴാണ് അച്ഛനും അമ്മയും എന്നെ വിളിച്ചത്, മോളെ എണീറ്റു എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവളെ കരയിപ്പിക്കേണ്ടല്ലോ. അപ്പം അവൾ എഴുന്നേൽക്കുന്ന സമയം തന്നെ മാക്സിമം ഞാൻ ശ്രമിക്കാറുണ്ട് അവളുടെ അടുത്തെത്താൻ. അപ്പോൾ ഞാൻ അച്ഛൻ്റെ അടുത്ത് അവളെ കൊടുത്തിട്ട് ഞാൻ പെട്ടെന്ന് തന്നെ പല്ല് തേച്ചു. നേരത്തെ പല്ലൊന്നും തേക്കാണ്ട് കേട്ടോ അത്രയും കാര്യങ്ങൾ ചെയ്തത്. അപ്പോൾ പല്ലൊക്കെ വേഗം തേച്ചിട്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് കാക്ക നോക്കുന്ന പോലെ നോക്കുന്നത് ഞാൻ എൻ്റെ ഫോണ് റെഡി ആയിട്ടാണോ വെച്ചതെന്ന് അറിയാൻ കേട്ടോ. ഈ വെള്ളം കുടിക്കുന്ന ശീലമുണ്ടെങ്കിലും അവൾക്ക് കൊടുക്കുന്ന സാധനം വേണ്ടി വരില്ല. അപ്പം ഇതാണ് അവസ്ഥ. എങ്ങനെയൊക്കെയും ഞാനിട്ട് കുറച്ച് വെള്ളം ഞാൻ കുടിച്ചിട്ടുണ്ട്. എൻ്റെ മോള് പോകുന്ന വഴിയെ ഞാൻ സഞ്ചരിച്ചു കേട്ടോ, എന്നാലേ കാര്യം നടക്കുള്ളൂ. പിന്നെ എൻ്റെ മോൾക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് പ്രിപ്പയർ ചെയ്യാണ്. അതധികം ഞാനോ അല്ലെങ്കിൽ അമ്മയായിട്ടാണ് പ്രിപ്പയർ ചെയ്യൽ. പിന്നെ ഞാൻ തന്നെ പ്രിപ്പയർ ചെയ്യാമെന്ന് വിചാരിച്ചു. കാരണം അമ്മയ്ക്ക് കുറച്ച് പണി കൂടുതലുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഞാൻ തന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത്. കാരണം ആൾക്ക് എല്ലാ ഐറ്റംസൊന്നും അങ്ങനെ ഇഷ്ടപ്പെടില്ല. അപ്പോൾ ഞാൻ ആ വീഡിയോ എടുത്തുകൊണ്ട് നിൽക്കുമ്പോൾ ആരോ എന്നെ കോൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഞാൻ കട്ട് ചെയ്ത കേട്ടോ കണ്ടത്. പിന്നെ എൻ്റെ മോളെ ഞാൻ നേരെ അവളുടെ ചെയറിലൊക്കെ ഇരുത്തി സെറ്റാക്കി ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കുക കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കുമ്പോൾ അവൾ ഇരിക്കുന്നതൊക്കെ കണ്ടാൽ നമുക്ക് തോന്നും ആളിപ്പോൾ എല്ലാം കഴിക്കും തോന്നും. പക്ഷേ കഴിക്കാൻ നന്നായിട്ട് ബുദ്ധിമുട്ടാണ്, കഴിപ്പിക്കാനും ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇത്ര ഗോഷ്ടി നിങ്ങൾ കാണുന്നുള്ളൂ. പക്ഷേ അത് വീഡിയോ ഫ്രണ്ടിലുള്ളതുകൊണ്ട്, വീഡിയോ എടുക്കുന്നതുകൊണ്ടാണ് കേട്ടോ. ഞാൻ ക്യാമറ ഉള്ളതുകൊണ്ട് അധികം ഗോഷ്ടി കളിക്കുന്നില്ല എന്നേ ഉള്ളൂ. ഇതുക്കും മേലെയാണ് എൻ്റെ അവസ്ഥ.
മോളെ ഞാൻ കുളിപ്പിച്ച് അതിന് ശേഷം അവൾ ഉറങ്ങിയതിന് ശേഷമായിട്ട് ഈ ഒരു വീഡിയോ എടുക്കുന്നത്. അത് മറ്റൊന്നല്ല, ഈ ഒരു ഷെൽഫിൽ ഞാൻ ഇതിൻ്റെ മുന്നേ ഒരു ഐറ്റം കണ്ടിട്ടുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് എനിക്കൊന്ന് ഒരു സാധനം പ്രിപ്പയർ ചെയ്യണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ അത് സക്സസ് ആവുകയാണെങ്കിൽ ഞാൻ എന്തായാലും ഇതിൽ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും എൻ്റെ ചാനലിൽ തന്നെ. അപ്പോൾ ആ ഐറ്റം ഞാൻ തപ്പിക്കൊണ്ട് നിൽക്കുകയാണ്, പക്ഷേ അത് കുറേ ഉള്ളിലേക്കായി പോയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇങ്ങനെ പരതേണ്ടി വരുന്നത്. അപ്പോൾ ഇപ്പം എൻ്റെ മോളെ പണി ഇത് അവൾ പിടിച്ച് നിന്നിട്ട് ഈ ഒരു ഷെൽഫ് തുറന്നിട്ട് ചേച്ചീൻ്റെ മക്കൾ വെച്ച അവരുടെ ടോയ്സാണ്. അപ്പോൾ അതിൽ നിന്ന് അവൾക്ക് പറ്റിയ സാധനങ്ങളൊക്കെയാണ് അവൾ എടുത്തുകൊണ്ട് വരിക. അപ്പോൾ ഇതായിരുന്നു ഞാൻ നോക്കി വെച്ച സാധനം. ഇത് എനിക്ക് തോന്നുന്നു അവരുടെ ക്രയോൺസിൻ്റെ ഒരു ബോക്സാണ്. എൻ്റെ മോൾ ഉറങ്ങുന്ന സമയം തന്നെ പെട്ടെന്ന് ഞാൻ പോയിട്ട് കുളിച്ച് റെഡിയായി. സാധാരണ അവൾ എഴുന്നേൽക്കുന്നതിന് മുമ്പേ എല്ലാം റെഡിയാകാൻ ശ്രമിക്കാറാണ് പതിവ്. പക്ഷേ ഇന്ന് ഞാൻ പറഞ്ഞല്ലോ എല്ലാം മൊത്തത്തിൽ ലേറ്റായിരുന്നു. അപ്പോൾ ഇനി ചെറിയ ചെറിയ സ്കിൻ കെയറാണ് കേട്ടോ, മറ്റൊന്നല്ല. എല്ലാവരും ചെയ്യുന്ന പോലെ തന്നെ മോയ്സ്ചറൈസർ യൂസ് ചെയ്യുന്നുണ്ട്. ഈ മോയ്സ്ചറൈസറൊക്കെ മാക്സിമം ഞാൻ ഈ ഒരു വിൻ്റർ സീസണിലാണ് കേട്ടോ നന്നായിട്ട് ചെയ്യാറുള്ളത്. എല്ലപ്പോഴൊന്നും ചെയ്യാൻ പറ്റാറില്ല, ചിലപ്പോൾ മറന്നു പോവും. കണ്ടോ, എൻ്റെ മോള് എഴുന്നേൽക്കുമെന്ന് എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു. കാരണം എന്തൊക്കെ ചെറിയൊരു സൗണ്ട് കേട്ട കുട്ടികളാണല്ലോ, പെട്ടെന്ന് തന്നെ എഴുന്നേൽക്കും. പിന്നെ ഇത് നന്നായിട്ട് ഡ്രൈ ആയതിനു ശേഷം ഞാൻ സിറം യൂസ് ചെയ്യാറുണ്ട് ഫേസിൽ. ഇതൊക്കെ മാക്സിമം ഞാൻ ശ്രമിക്കാറുണ്ട് റെഗുലറായിട്ട് പോകാൻ. പക്ഷേ പണ്ടൊക്കെ കണ്ടിന്യൂസ് ആയിട്ടൊക്കെ ചെയ്തുകൊണ്ട് നിൽക്കുകയായിരുന്നു. പക്ഷേ ഇപ്പോൾ കുറേ സ്കിൻ കെയറൊക്കെ റുട്ടീനൊക്കെ തെറ്റിയിട്ടുണ്ട്. പക്ഷെ കുഴപ്പമില്ല, അതൊക്കെ ഇപ്പോൾ വഴിയെ ഞാനെല്ലാം എൻജോയ് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. എല്ലാമായിട്ട് നമ്മൾ പൊരുത്തപ്പെട്ടുകൊണ്ട് നിൽക്കുകയാണ്. നമ്മളുടെ ലൈഫിലുണ്ടാകുന്ന ഒരുപാട് ചേഞ്ചുകളാണല്ലേ നമ്മുടെ ഓരോ പ്രായത്തിൽ വരുന്ന, അല്ലെങ്കിൽ ഓരോരോ സ്റ്റേജ്. ഒരു പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം കുറേ സ്റ്റേജിൽ കൂടെയാണ് അവർ കടന്നു പോകുന്നത്. അങ്ങനെ ഓരോരോ സ്റ്റേജാണ് എൻ്റേത്. അപ്പോൾ ഞാൻ മാക്സിമം എൻജോയ് ചെയ്യുന്നതാണ് ഈ ഒരു പീരീഡ്. അപ്പോൾ എനിക്കിങ്ങനെ സിറം ഫേസിൽ നിൽക്കുന്ന അധികം ഇഷ്ടമല്ല. അപ്പോൾ അതുകൊണ്ട് ഫുൾ സ്പീഡ് ഫാൻ ഇട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ തന്നെ എൻ്റെ കൈ കൊണ്ട് വീശിയിട്ട് അത് ഡ്രൈ ആക്കുക കേട്ടോ. പിന്നെ ഇത് ഞാൻ കണ്ണെഴുതുന്നത് ഞാൻ സാധാരണ കൺമഷി തന്നെ ഉപയോഗിച്ചിട്ട് ഇങ്ങനെ കൈ കൊണ്ട് തന്നെയാണ് കേട്ടോ എഴുതുന്നത്. ഇതിപ്പോൾ നമ്മൾ വീട്ടിൽ നിന്നാകുമ്പം ഇത്രയൊക്കെ തന്നെ ധാരാളമാണ്. പക്ഷേ പുറത്തൊന്നും പോകുമ്പോൾ അങ്ങനെയല്ല. ഇതിന് പ്രത്യേക ഒരു ഭംഗി തന്നെയാണ്. ഈ കൈ വെച്ചിട്ട് നമ്മൾ കണ്ണെഴുതുമ്പോൾ അതൊരു പ്രത്യേക ഭംഗി തന്നെയാണ് കേട്ടോ. ഇതിൻ്റെ ഇടയ്ക്ക് 1-2 പ്രാവശ്യം എൻ്റെ മോൾ എണീറ്റിട്ടുണ്ട്. അപ്പോൾ ഇതൊരു ലിപ് ബാം അപ്ലൈ ചെയ്യാണ്. ലിപ് ബാമൊക്കെ ഞാൻ മസ്റ്റായിട്ട് അപ്ലൈ ചെയ്യുന്ന കാര്യമാണ്. കാര്യം മറ്റൊന്നും കൊണ്ടല്ല, എൻ്റെ ലിപ്പ് ഭയങ്കരമായിട്ട് ഡ്രൈ ആവുന്നുണ്ട്. ഇപ്പോൾ ഒരു തണുപ്പും കൂടെ ആയതുകൊണ്ട് അത് കൂടിയെന്നേ പറയാനുള്ളൂ. അങ്ങനെ ലിപ് ബാമൊക്കെ അപ്ലൈ ചെയ്തു. അപ്പോൾ നിങ്ങളങ്ങനെയൊക്കെ ചെയ്യാറുണ്ടോ എന്ന് എനിക്കറിയില്ല കേട്ടോ. ഇതൊരു പൊട്ട് തൊടുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും, ഇവിടെ ഒക്കെ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ഷൂട്ട് ചെയ്യാണ്. വീഡിയോയ്ക്ക് വേണ്ടിയിട്ടല്ല കേട്ടോ. ഞാൻ പണ്ട് തൊട്ടേ ചെറുപ്പം തൊട്ടേ എങ്ങനെയാണ് എന്നെ പേഴ്സണലി അറിയുന്ന ആൾക്കാർക്കൊക്കെ അറിയാം. ഞാൻ അത്യാവശ്യം നന്നായിട്ട് പുറപ്പെട്ട് നടക്കാറുണ്ട്. പുറപ്പെട്ട് നടക്കാൻ വെച്ചാൽ ഡ്രസ്സ് ഇതായിട്ട് നടക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. പക്ഷെ വീട്ടിൽ നിന്നാണെങ്കിലും വലിയ സംഭവമൊന്നും ഇല്ലെങ്കിലും കണ്ണെഴുതി പൊട്ടൊക്കെ തൊട്ട് അങ്ങനെ നടക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് കേട്ടോ. നമുക്കൊരു സെൽഫ് റെസ്പെക്റ്റ് ഉണ്ടല്ലോ, അതിന് വേണ്ടിയിട്ടാണ്. അപ്പം എങ്ങനെയുണ്ട്, സുന്ദരിയല്ലേ? എനിക്കിഷ്ടമായി കേട്ടോ. സിമ്പിൾ ലുക്കാണ്. പക്ഷെ നമ്മൾ പുറത്തൊക്കെ പോകുമ്പോൾ നമ്മളിങ്ങനെയല്ല, മാറും. അപ്പോൾ അത്യാവശ്യം വെയിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കൊരു ഐറ്റം ഒന്ന് വെയിലത്ത് ഉണക്കാനുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സംഭവം അതൊരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് ആ ഒരു കാര്യം ഉണക്കാൻ പോകുന്നത്. അപ്പോൾ അതും ഞാൻ വിചാരിച്ച റിസൾട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ചാനലിൽ തന്നെ വീഡിയോ അപ്ലോഡ് ചെയ്യും കേട്ടോ. അപ്പോൾ മുടിയൊക്കെ കെട്ടി, മുടി ഉണങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ മുടിയൊക്കെ കെട്ടി നമ്മൾ അടുക്കളയിൽ നിൽക്കല്ലേ, അതുകൊണ്ട് മുടിയൊക്കെ കെട്ടി. അമ്മയാണ് കേട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നത്. അമ്മ ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നുണ്ട്, ഈ ക്യാമറയൊക്കെ വെച്ചിട്ട്. അമ്മയ്ക്കൊരു പിടുത്തം ഫസ്റ്റ് കിട്ടിയിട്ടില്ല. പക്ഷേ രാവിലെ ഞാൻ ചെറിയൊരു സൂചന കൊടുത്തിട്ടുണ്ടായിരുന്നു. അറിയാം, പക്ഷേ എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണെന്നൊന്നും അവർക്ക് വലിയ നിശ്ചയമില്ല. അങ്ങനൊരു ചാനലുണ്ട് എന്നൊക്കെ അറിയാം. എന്ത് ചാനൽ, അവർക്കൊക്കെ എന്ത് ചാനലല്ലേ. അപ്പോൾ കാര്യമായിട്ട് അഴിക്കുന്നുണ്ട്. അത് ഒന്നുമല്ല, എനിക്ക് എൻ്റെ ആ ഒരു ഐറ്റം നന്നായിട്ട് കഴുകിയിട്ട് വേണം ഉണക്കാൻ വെക്കാൻ. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ അമ്മേനെ നോക്കുന്നുണ്ട്, അമ്മ എന്തൊക്കെയാണ് ചെയ്യുന്നത്, അമ്മയ്ക്ക് എന്താ പരിപാടി എന്നൊക്കെ. അപ്പോൾ അമ്മേനോട് ഞാൻ എന്തോ ചോദിക്കുന്നുണ്ട്. ഇനി എൻ്റെ ഫേസിലുള്ള മാറ്റങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണേ. കണ്ടോ, എന്തോ എനിക്ക് ഇഷ്ടപ്പെടാത്ത അമ്മ ചെയ്തു എന്നിപ്പോൾ മനസ്സിലായില്ലേ. അപ്പോൾ ഇത് ഇടയ്ക്ക് ഞാനും അമ്മയും തമ്മിലുണ്ടാകുന്ന ചെറിയ ചെറിയ കാര്യങ്ങളാണ് കേട്ടോ, മറ്റൊന്നല്ല. അത് ഞങ്ങളുടെ ഇടയിലുള്ള കാര്യങ്ങളാണ്. അപ്പോൾ നമ്മളെ പബ്ലിക്കാക്കണോ? വേണ്ട അല്ലേ.
അപ്പോൾ ഞാനെല്ലാം ഇനിയൊന്ന് കഴുകാൻ വേണ്ടിയിട്ട് ഫിൽറ്ററിൻ്റെ അടുത്തേക്ക് പോയി വെള്ളം എടുത്തു. നന്നായിട്ടൊന്ന് ഇനി വാഷ് ചെയ്യണം. വാഷ് ചെയ്തതിന് ശേഷം അത് വേണം വെയിലത്ത് വയ്ക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ ഞാൻ എടുക്കുമ്പോൾ ഞാൻ ആദ്യം ഇത് എടുക്കണോ വേണ്ടയോ എന്ന് വിചാരിച്ചു. പക്ഷേ പിന്നെ ഞാൻ വിചാരിച്ചു വേറെ പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ലല്ലോ, എന്തായാലും എനിക്ക് ഭക്ഷണം കഴിക്കുന്ന വീഡിയോസൊന്നും എടുക്കാനില്ല. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇവൾ ഫുഡൊന്നും കഴിക്കില്ലേ? സത്യം പറഞ്ഞാൽ ഇത്രയും ടൈം വരെ ഞാൻ ഫുഡൊന്നും കഴിച്ചിട്ടില്ല കേട്ടോ. ഈ വീഡിയോസ് ഷൂട്ട് ചെയ്യുമ്പോഴൊക്കെ അതും എന്നെ പേഴ്സണലി അറിയുന്ന ആളുകൾക്കറിയാം. എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ ചിലപ്പോൾ ഉച്ചയ്ക്കായിരിക്കും, ലഞ്ച് ചിലപ്പം മറ്റേ എൻ്റെ ഈവനിങ്ങിലാവാം, ഇനി ചിലപ്പോൾ കഴിച്ചില്ല എന്നും വരാം. അങ്ങനെ ഞാൻ എൻ്റെ വീട്ടിൽ അവിടെ അത്യാവശ്യം നന്നായിട്ട് വെയിൽ കിട്ടുന്ന സ്ഥലമാട്ടോ, കൊണ്ട് വെയിൽ വന്നുകൊണ്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ അത്യാവശ്യം കുറച്ച് ടൈം വരെ ഒരു ഉച്ച കഴിയുന്ന വരെ ഒരു 3 മണി 2 മണി 3 മണി വരെയെങ്കിലും അത്യാവശ്യം അവിടെ വെയിൽ കിട്ടുന്ന സ്ഥലമാണ്. ഞാൻ ഒരുവിധ ഐറ്റംസൊക്കെ അവിടെ വെച്ചിട്ടാട്ടോ ഉണക്കാറ്. അപ്പോൾ അവിടെ പേപ്പറൊക്കെ വിരിച്ചിട്ട് ഞാൻ ഉണക്കാൻ വേണ്ടി റെഡിയാവുകയാണ്. ഈ ഒരു ശീലം നിങ്ങൾക്കുണ്ടോ എന്ന് എനിക്കറിയില്ല കേട്ടോ. ഞാൻ സത്യം പറഞ്ഞാൽ അവിടെ ഞാൻ വീഡിയോ എടുത്തുകൊണ്ട് നിൽക്കുകയാണെന്നുള്ളത് മറന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഈ കലോത്സവം നടന്നതിൻ്റെ ന്യൂസ് അതിൽ കണ്ടു. അപ്പോൾ അത് ഞാൻ വായിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ എനിക്ക് പണ്ടേ ഉള്ള ഒരു ശീലമാണ് കേട്ടോ അത്. നമ്മൾ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് പേപ്പർ എടുത്താൽ ഇന്നേ വരെ ഇല്ലാത്ത പേപ്പർ വായന എനിക്ക് ആ സമയത്ത് വരും. അതെന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. നിങ്ങളൊക്കെ അങ്ങനെയാണോ എന്ന് എനിക്കറിയാം, അതുകൊണ്ട് ചോദിച്ചാട്ടോ. എന്തായാലും ഞാൻ അങ്ങനെയാണ്. പിന്നെ അതിന് ശേഷം ഞാൻ നേരെ കൊണ്ടുപോയിട്ട് ആ ഒരു ഐറ്റം ട്രൈ ആക്കാൻ വേണ്ടിയിട്ട് അതിലിങ്ങനെ വെതറുന്നുണ്ട്. നിങ്ങൾക്ക് സൂക്ഷിച്ച് നോക്കിയിട്ടെങ്കിലും സാധനം എന്താണെന്ന് മനസ്സിലാകുന്നുണ്ടോ? എന്തൊരു വൈറ്റ് കളറിലാണെന്ന് മനസ്സിലായില്ലേ? അതെന്തൊക്കെയാണെന്നുള്ളത് മനസ്സിലായിട്ടില്ലല്ലോ. നോക്കട്ടെ, എൻ്റെ വീഡിയോ ഞാൻ എടുക്കണോ വേണ്ടോ എന്നുള്ളത് എൻ്റെ ഈ ഒരു ഐറ്റം സക്സസ് ആവുകയാണെങ്കിൽ മാത്രമേ ഞാൻ ചെയ്യുള്ളൂ കേട്ടോ. ഇല്ലാന്നുണ്ടെങ്കിൽ വെറുതെ എന്തിനും നിങ്ങളെ മുമ്പിൽ പ്രസൻറ്റ് ചെയ്യേണ്ട കാര്യം. എന്തായാലും സക്സസ് ആവട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് തന്നെ ഞാൻ അത് വെയിലത്ത് ഉണക്കുകയാണ്. അപ്പോൾ കുറച്ച് സമയം ഉണങ്ങിയാൽ മതി. ഇന്നൊരു ദിവസം തന്നെ ധാരാളമാണ്. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഉണക്കിയിട്ട് ഞാൻ സൂക്ഷിച്ച് വെക്കുകയാണ് ചെയ്യുക. അപ്പോൾ നമുക്ക് നോക്കാം. ഇനി വരാൻ പോകുന്ന വീഡിയോ ചെറിയൊരു കോമഡിയാണ് കേട്ടോ, മറ്റൊന്നല്ല. അങ്ങനത്തെ കോമഡി എന്ന് പറയാനൊന്നുമില്ല. ഞാനത് എഡിറ്റ് ചെയ്ത സമയത്താണ് ഞാനത് ശ്രദ്ധിച്ചിട്ടുള്ളത്. മറ്റൊന്നല്ല, ആ ഒരു പിങ്ക് കളറിൽ കാണുന്നില്ലേ, അത് എൻ്റെ മോൾക്ക് ചെറുപ്പത്തിൽ വെച്ച് യൂസ് ചെയ്തിട്ടുള്ള നെറ്റാണ് കേട്ടോ. നമ്മൾ മോസ്കിറ്റോ നെറ്റില്ലേ, അതാണ് കേട്ടോ. അതിപ്പോൾ ഞങ്ങൾ യൂസ് ചെയ്യുന്നത് ഇതേപോലെ പുറത്ത് വെക്കാൻ വേണ്ടിയിട്ടാണ്. പുറത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതേപോലെ എന്തെങ്കിലും ഐറ്റംസൊക്കെ ഉണക്കാനൊക്കെ നിൽക്കുന്ന സമയത്ത് ഒന്നും വന്നിട്ട് കയറാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. കൂടിപ്പോയാൽ ഉറുമ്പ് മാത്രമേ കയറുള്ളൂ. അതിനപ്പോൾ നമുക്ക് പിടിച്ചു വെക്കാൻ പറ്റില്ലല്ലോ. ഇപ്പോൾ വേറെ ഒന്നും വന്നിട്ട് അതിനൊരു ബുദ്ധിമുട്ടും ഉണ്ടാക്കില്ല. അപ്പോൾ കണ്ടോ, അത് നേരെ പൊട്ടി താഴെ വീണു. പിന്നെ ഞാനത് തലങ്ങും വിലങ്ങും ഒക്കെ ഞാൻ നോക്കിയത് എങ്ങനെയൊന്ന് ഫിറ്റാക്കുക എന്നുള്ള ഒരു പിടുത്തവും കിട്ടിയില്ല. ഉള്ളിൽ എന്തൊക്കെയോ കയറൊക്കെ തൂങ്ങി കിടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് കൊടുക്കാനുള്ളൊരു ശ്രമമാണ് കേട്ടോ അത്. അവസാനം ആ കയർ എൻ്റെ കയ്യിൽ പോന്നു. പിന്നെ ഞാൻ അവസാനം എങ്ങനെയൊക്കെയോ അത് റെഡിയാക്കി. ഞാൻ ആ കയർ ഒഴിവാക്കിയിട്ടില്ല, അതിൻ്റെ ഉള്ളിൽ തന്നെ എങ്ങനെയൊക്കെയോ കെട്ടിയൊക്കെ ഇട്ടിട്ടുണ്ട്. ഞാനത് അവിടെ വെച്ചു. അപ്പം എല്ലാം സെറ്റായിട്ടോ. ഇനി നന്നായിട്ട് വെയിലത്ത് അതൊന്ന് ഉണങ്ങട്ടെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇതൊരു കുട്ടി വ്ളോഗാണ്. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും കമൻറ്റും ഒക്കെ ചെയ്യുക. ഫ്രണ്ട്സിൻ്റെ ഫാമിലീൻ്റെ ഒക്കെ ഇടയിലേക്കൊന്ന് എൻ്റെ ചാനലിൽ എത്തിക്കുക. പിന്നെയും ഇതുപോലത്തെ വീഡിയോസ് നിങ്ങൾക്ക് കാണാം കേട്ടോ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.